ഓൾ നമുക്ക് നോളേജ് ബേസിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ ഓഫ് ടോപ്പിക് നോക്കാം. ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ? ഇതാണ് ഹിസ്റ്ററി നോക്കാം അല്ലേ? ഹിസ്റ്ററി വേണോ അല്ലെങ്കിൽ ഏതാ വേണ്ടത്? കേരള റിനൈസൻസ് വേണോ? കേരള നവോത്ഥാനം? കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കല്ലേ, നമുക്കത് നോക്കിയാലോ? ഓക്കെ, ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ തന്നെ പോവാം? അഗെയിൻ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്, മലയാളമുണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, ഈ നോളേജ് ബേസ് ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഏത് ലെവൽ ഓഫ് എക്സാമിന് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ നോട്ട്സ് എല്ലാം ഓപ്പൺ ആണ്, നിങ്ങൾക്ക് വന്ന് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ BNSൻ്റെ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. BNS ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. ഇതല്ലാണ്ട് ഇതിനെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഇട്ട്, ഓക്കെ, അത് ഹ്യൂമൻ പ്ലസ് ഒരു AI അപ്രോച്ചാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് വരുന്നത്. സ്റ്റേ ട്യൂൺഡ്, ഞങ്ങളെ ഫോളോ ചെയ്യൂ. ആൻഡ് വളരെ ബെനിഫിഷ്യലാണ്. BNS ഒക്കെ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സെക്ഷന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് 15 മിനിറ്റ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ ആ കോൺസെപ്റ്റ് മുഴുവൻ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. വളരെ ഡീറ്റെയിൽ ആയിട്ടുമാണ്, വിത്ത് എക്സാമ്പിൾസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ആണ്. അതിലോട്ട് വരാം. ഇപ്പം നമ്മളുടെ ഏതാണ്? കേരള നവോത്ഥാനം, അതല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മലയാളത്തിൽ തന്നെ എടുക്കാം. നമുക്ക് നോക്കാം എന്താണ് ചോദ്യം. ചോദ്യം 1, താഴെ പറയുന്ന വാക്യങ്ങൾ വായിക്കുക. 1, തിരുവിതാംകൂറിൽ പതിവ് കണക്ക് നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയത്. താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനെല്ലാത്തിനും പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണത്. സോ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്താണ്, അവിടെ ഓരോ ഭരണകർത്താക്കൾ എന്തൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒരു അറിവുണ്ടാവണം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലൂടെ പഠിക്കാം. ഇതിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയത് അത് തെറ്റാണ്. അത് റാണി ലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിലാണ്. യെസ്, നോക്കൂ, 1, 2, 3 പ്രസ്താവനകൾ ചരിത്രപരമായി ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങളത് പഠിച്ചു. ഓക്കെ, നിങ്ങൾ സീൽഡ് ആണ്. ദാറ്റ് ഈസ് സീൽഡ് ആൻഡ് കംപ്ലീറ്റഡ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ചേരുംപടി ചേർത്ത ജോഡികൾ ഏവ? KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പടപ്പ്, CP അച്യുതമേനോൻ വിദ്യാ വിനോദിനി, TK മാധവൻ ധന്വന്തിരി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതും അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത് അല്ലേ? ഇതിലേതാണ് ഉത്തരം? TK മാധവൻ ധന്വന്തിരി തെറ്റാണ്. അതിൻ്റെ വിശദീകരണവും നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. KP വള്ളോൻ പുലയ മഹാസഭയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ കേരള റിനൈസൻസിൻ്റെ അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്കത് എടുത്ത് നോക്കാവുന്നതാണ്. അത് നിങ്ങൾ ഈ പാക്കേജ്, നിങ്ങളുടെ ബേസിക് പാക്കേജ് വാങ്ങുമ്പോൾ തന്നെ അതെല്ലാം ഉണ്ട്. ഓക്കെ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പടപ്പ് ഒരു ആരാധനാ രീതി അവതരിപ്പിച്ചു. CP അച്യുതമേനോൻ വിദ്യാ വിനോദിനി എന്ന സാഹിത്യ മാസികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. TK മാധവൻ ഐത്തോച്ചാടന പ്രസ്ഥാനങ്ങളിലും ദേശാഭിമാനി പത്രത്തിലുമാണ് സജീവമായിരിക്കുന്നത്, ധന്വന്തരിയിലല്ല. അപ്പോൾ ധന്വന്തരിയിൽ ആരാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യൂ. അത് നിങ്ങൾക്കുള്ള ഒരു വർക്കാണ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ചോദ്യം 3. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചോദ്യങ്ങളാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചതല്ല, PSC ചോദിച്ചിരിക്കുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അത് പരീക്ഷയും പറയുന്നുണ്ട് ഏത് പരീക്ഷയിലാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ? ഇപ്പോൾ ഇതിൽ പറയുന്ന കേരള നവോത്ഥാന നായകന്മാരുടെയൊക്കെ ചരിത്രം നിങ്ങൾ ഈ ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതല്ലാത്തത് നിങ്ങളെടുത്ത് പഠിക്കണം. അപ്പോൾ ഇത് മുഴുവൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് ഒരു ഐ തിങ്ക് ഹിസ്റ്ററി റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഉൽഗുലാൻ പ്രസ്ഥാനം താഴെ പറയുന്നതിൽ ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഏത്? സഫാഹാർ പ്രസ്ഥാനം, കച്ച നാഗ കലാപം, ഗദ്ദർ പ്രസ്ഥാനം. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഗദ്ദർ പ്രസ്ഥാനം. കാരണം ഇതെല്ലാം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, ഓക്കെ, ജന്മിമാർക്കുമെതിരായ ആദിവാസി ഗോത്രവർഗ കലാപങ്ങളായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
പ്രവാസികളായ ഇന്ത്യക്കാർ. അത് ഗദ്ദർ മൂവ്മെന്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയും. ഓക്കെ, അതാണ്. അപ്പോൾ ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ഗദ്ദർ മൂവ്മെന്റ് മാത്രമാണ്. ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം 4. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പാശ്ചാത്യ ആശയങ്ങളുടെ സ്വാധീനത്തിൽ ഇടത്തരക്കാരാണ് ഇതിന് തുടക്കം കുറിച്ചതും നേതൃത്വം നൽകിയതും. യെസ്. ഏതൊരു ഫ്രീഡം മൂവ്മെന്റ് ആണെങ്കിലും ശരി, അതിന് മിഡിൽ ക്ലാസ് പീപ്പിൾ, ഓക്കെ, അവരാണ്, എസ്പെഷ്യലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അവരാണ് അതിന് നേതൃത്വം നൽകിയത്. പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് അവർക്ക് വിമർശനാത്മകമായ മനോഭാവം ഉണ്ടായിരുന്നു. യെസ്, അങ്ങനെ തന്നെയാണ്. അവർ ജാതി ശ്രേണിയെ അപൂർവമായി മാത്രമേ വിമർശിച്ചിരുന്നുള്ളൂ. തെറ്റ്, അല്ലേ? ജാതി ശ്രേണിയെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടാണ് സാമൂഹിക പരിഷ്കരണം തന്നെ നടപ്പിലാകുന്നത്. അതിന് എല്ലാ ലീഡേഴ്സും, കാരണം പന്തി ഭോജനം, സമപന്തി ഭോജനം, അങ്ങനെയുള്ള പല പല സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? കല്ലുമാല സമരം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജാതി ശ്രേണി അപൂർവമായി മാത്രമേ വിമർശിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും? 3 എന്തായാലും ഉണ്ടാവില്ല. സോ 3 വരുന്നത് 3, 3. യെസ്, BCD എല്ലാത്തിലും 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എ ആണ് നമ്മുടെ ഓപ്ഷൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അടിച്ചമർത്തുന്ന ജാതി ശ്രേണിയുടെ നേരിട്ട് വെല്ലുവിളിക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. യെസ്. ഇനി അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചതാര്? പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും RSS നേതാവാണെന്ന് തോന്നും. പക്ഷെ അതല്ല. AV കുഞ്ഞമ്പു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു. ഉത്തര മലബാറിലെ യുവാക്കളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ AV കുഞ്ഞമ്പു ആണ്. ഇനി അടുത്ത ചോദ്യം. 1930കളിൽ കേരളത്തിൽ സ്ത്രീകൾ വലിയ തോതിൽ പങ്കെടുത്ത രാഷ്ട്രീയ സംഭവങ്ങളുടെ ഒരു ലിസ്റ്റ് താഴെ നൽകുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ നിർമ്മാണ പരിപാടി, TC കൊച്ചുകുട്ടിയമ്മ, ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനി സമരം ജയലക്ഷ്മി, ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. ഏതാണ്? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ശരിയാണ്. യെസ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഇതെല്ലാം. പക്ഷേ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ, 2021. സോ ഒരു ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഹൈ ചാൻസ് ഉണ്ട് ഇത്തവണ വീണ്ടും ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മോസ്റ്റ്ലി 2021, 2022 ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. വാല സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ആരാണ്? യെസ്, പണ്ഡിറ്റ് K കറുപ്പനാണ്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കേരള റിനൈസൻസിൻ്റെ സെഷൻസ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. കേരളത്തിലെ വാല മത്സ്യത്തൊഴിലാളി സമുദായത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായി 1910 പണ്ഡിറ്റ് K കറുപ്പൻ വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചു. മലബാറിലെ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായ മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണ്? മഞ്ചേരി, ചെർപ്പളശ്ശേരി, കൽപ്പാത്തി, പയ്യന്നൂർ. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ചെർപ്പളശ്ശേരിയിലാണ്, പാലക്കാട്. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിൽ, ഖിലാഫത്ത് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും സജീവമായി പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാതിരുന്ന കേരളീയ വനിത ആര്? ഏറ്റവും മനോഹരമായൊരു ചോദ്യമാണ്. ഓക്കെ, ഇതൊന്ന് മേ ബി ഏത് രീതിയിൽ വേണമെങ്കിൽ മാറ്റിമറിച്ച് ചോദിക്കാം PSCക്ക്. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അക്കാമച്ചെറിയാൻ, ആനി മസ്കറീൻ. ആരാണ്? എനിക്ക് തോന്നുന്നു അക്കാമച്ചെറിയാൻ. യെസ്, കാരണം ബാക്കി എല്ലാവരും ഭരണഘടനാ അസംബ്ലിയിലെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗമായിരുന്നു. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ്? ദാക്ഷായണി വേലായുധൻ ഉണ്ടായിരുന്നു, അമ്മു സ്വാമിനാഥൻ മെമ്പറായിരുന്നു അതിൻ്റെ, ആനി മസ്കറിൻ. ഓക്കെ, ഇനി അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യൂ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമച്ചെറിയാൻ പ്രഗത്ഭയായ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നെങ്കിലും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നില്ല. ഓക്കെ, ഇനി
1857 കലാപകാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഇതൊരു യെസ്, അതെല്ലാവർക്കും അറിയാം, ലോർഡ് കാനിങ് ആണ്. നിങ്ങളിൽ അത് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഇത് ചെറിയ ചോദ്യങ്ങൾ, ഇത് ഹിസ്റ്ററിയിൽ നിന്നും കയറി വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ, ബിക്കോസ് ഹിസ്റ്ററിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അയിത്തോച്ചാടനത്തിനും ജാതി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ സന്ദർശിച്ച കേരളീയ നേതാവ് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ഇത് നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ, പല എക്സാമുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടി കെ മാധവൻ. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തുകൾ അവർണർക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ തേടിയാണ് 1921 ടി കെ മാധവൻ തിരുനെൽവേലിയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം, അങ്ങനെ എല്ലാ മൂവ്മെന്റ്സിനെ പറ്റിയും നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം. ഓക്കെ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, സ്വാമി വാഗ്ബടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ. 1836 അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ആദ്യകാല സാമൂഹിക സാമ്പത്തിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇത് കർശനമായി ജാതി വ്യവസ്ഥയെ എതിർക്കുകയും സമത്വത്തിനായി വാദിക്കുകയും ചെയ്തു. ഇനി മഹാത്മാഗാന്ധിയുമായും സിവിൽ നിയമ ലംഘന പ്രസ്ഥാനവുമായും ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ. മഹാത്മാഗാന്ധി ഓൾവേസ് എ ഫേവറേറ്റ് ടോപ്പിക്കാണ്. മഹാത്മാഗാന്ധിനെ പറ്റി മാത്രമുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും അതിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മഹാത്മാഗാന്ധി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 14. 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വസ്തുതകൾ എന്തൊക്കെയാണ്? ദത്തവകാശ നിരോധന നിയമം. ഈ നിയമപ്രകാരം സത്താര, ജയ്പൂർ, സംബൽപൂർ, ഭാഗത്ത്, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നിവ പിടിച്ചെടുത്തു. ശരിയാണ്. ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. എല്ലാം ഏതൊക്കെയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം പിടിച്ചെടുത്ത് അതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ വ്യാപാര വ്യവസായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. കറക്റ്റാണ് അല്ലേ? കാരണം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളും എന്താണ് നിർത്തി ചെയ്തു. പിന്നെ ഇവിടെ ഇൻഡിഗോ കൾട്ടിവേഷൻ തുടങ്ങി. അങ്ങനെ കുറേ, അതായത് നീലങ്ങളുടെ കൾട്ടിവേഷൻ. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് തെറ്റായ റിഫോംസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതാണ്. അപ്പോൾ 1858 നിയമത്തിന് ശേഷവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം വളരെ കാലം തുടർന്നു. തെറ്റാണ്. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം തന്നെ അതിനൊരു പ്രത്യേക വർഷമുണ്ട്. 1813 1833 നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. അത് കംപ്ലീറ്റ് ആയിട്ട് പോയതാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതിനുശേഷം 1858 മുതൽ എൻറ്റയർ കൺട്രോൾ വന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കയ്യിലാണ്. പിന്നെ 1857 കലാപം പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുന്നത് യുഗം അവസാനിപ്പിക്കുകയും സാമ്പത്തിക ചൂഷണത്തിൻ്റെ യുഗത്തിന് വഴിമാറുകയും ചെയ്തു. പെർഫെക്റ്റ്. ഓക്കെ, ഇതാണ് ദാദാഭായ് നവറോജി ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. കുളച്ചൽ യുദ്ധം നടന്ന ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. കറക്റ്റാണ്. 5 തെങ്ങിലെ അധികാരം പിടിച്ചെടുത്ത് വടക്കോട്ട് നീങ്ങാൻ ഡച്ചുകാർ ആഗ്രഹിച്ചു. വളരെ കറക്റ്റാണ്. ഡച്ചുകാർക്ക് സിലോണിൽ നിന്നും സൈനിക സഹായം ലഭിച്ചു. അതും ശരിയാണ്. 1743 മെയ് 22 മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും ഡച്ച് കമാൻഡർ സെനോർ സെനസും സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. മാവേലിക്കര ഉടമ്പടി അപ്പോഴാണോ? 1743 നടന്നത്? അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് യെസ് നോക്കാം. 1753 അത് നടക്കുന്നത്. അപ്പോൾ കുളച്ചിൽ യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇതിന് അനുബന്ധമായിട്ട് മറ്റൊരു കാര്യങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ, സോ 15 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിക്കണം, പഠിക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ എല്ലാ പ്രീവിയസ് ഇയർ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ കവർ ചെയ്യണം. അപ്പോഴാണ് കവർ ചെയ്യുന്നതല്ല, പ്രോസസ്സ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ വളരെ എളുപ്പമാവുള്ളൂ. താങ്ക് യു.